ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രമോ സ്റ്റുഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം സീരീസിലെ നമ്പർ 2 ഈ ബ്ലൗസാണ് കേട്ടോ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊന്നും കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ്സും അതുപോലെ തന്നെ അതിൻ്റെ ബോഡി പാർട്ടും അഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് എംബ്രോയിഡറി റിങ്ങിലിടുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമുണ്ടാവുക. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഏതാണോ ട്രേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചറിന് വെച്ചാൽ അത് അതിന് താഴെ വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പീകോക്കാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ടൊരു ഔട്ട്ലൈനാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലൗസിൽ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നത്. ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം ഫാബ്രിക്കിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കണം. കാരണം ഈ കുന്തൻ സ്റ്റോൺസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇവിടെ 2 ബേർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മെറൂൺ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്ലീവ്സിനകത്ത് വരുന്ന വർക്കിന് വേണ്ടിയിട്ട് കൂടെ ഒന്ന് ഈ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു ബ്ലൗസ് ചെയ്യുമ്പോൾ എവിടേക്കാണ് നമുക്ക് ഈ സ്റ്റോൺസ് എല്ലാം തന്നെ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാദ്യം തന്നെ ഞാൻ ഒപ്പം ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത്. കാര്യം അത് എന്തായാലും ഡ്രൈയിങ് ടൈം ഒരു 10 to 12 hours കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ തുന്നാനിരിക്കാം. അതല്ല കുറച്ച് നമ്മൾ സ്റ്റോൺസ് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, പിന്നെ നമ്മൾ അതിന് പിന്നെയും ഡ്രൈയിങ് ടൈം കൊടുക്കുമ്പോൾ നമുക്ക് ടൈം ഒത്തിരി വേസ്റ്റ് ആവും. പിന്നെ ഈ ഒരു സ്ലീവ്സിൻ്റെ താഴ്ഭാഗം ഞാനൊരു സെമി സർക്കിൾ ഷേപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിൽവർ ടിഷ്യൂന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബ്ലൗസിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരു 10 to 12 hours എങ്കിലും നമ്മൾ ഇതിനൊരു ഡ്രൈയിങ് ടൈം കൊടുക്കാം. ഞാനൊരു 10 മണിക്കൂറിന് ശേഷം ഈ ഒരു റൈറ്റ് സൈഡിലെ ബേർഡിന് ചുറ്റിലും ഷുഗർ ബീഡ്സ് വെച്ചിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ബേർഡിന് നമുക്ക് ഔട്ട്ലൈൻ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇത് നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെയെല്ലാമാണ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കേണ്ടത് അതെല്ലാം തന്നെ ഞാനൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാനുള്ള വർക്ക്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു എംബ്രോയിഡറി പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എംബ്രോയിഡറി ത്രെഡ് നീഡിലിട്ടതിന് ശേഷം ഒരു ത്രെഡ് നമ്മൾ ചെറുതായിരിക്കും, വലിയ ത്രെഡിൻ്റെ നമ്മൾ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഒന്ന് വർക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ എംബ്രോയിഡറി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കുന്തൻ സ്റ്റോൺസിൻ്റെ ഇടയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ഗ്യാപ്സ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ സർദോസിയാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനിരിക്കുന്നതിൻ്റെ മുന്നിലായിട്ട് ഏകദേശം നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുക എത്ര സർദോസി പീസസ് നമുക്ക് ആവശ്യമാണെന്ന്. എന്നിട്ട് ആദ്യം അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വർക്കിന് ഇരിക്കുകയായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് നന്നായിരിക്കുക കേട്ടോ. സർദോസി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സ്ലീവ്സിൻ്റെ ബാക്കി വർക്കും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു റോ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലാസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് റോയുടെ മിഡിലായിട്ട് നമ്മൾ ഒരു ബീഡ്സും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നല്ല ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പോലെ നല്ല ബീഡ്സ് എല്ലാം തന്നെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു ലുക്കായിരിക്കും. അത് നല്ല ഭംഗിയാണ് കാണാൻ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു സർദോസി യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്ലീവ്സിൻ്റെ അകത്ത് വരുന്ന ആ വർക്കും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ നെക്ക് ലൈന് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മുടെ ഓണം സീരീസിലെ നമ്പർ 2 ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ്. അപ്പോൾ സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ ഒപ്പമൊക്കെ നിങ്ങൾക്കിത് പെയർ ചെയ്ത് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഓണത്തിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. സോ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.